അപ്പോൾ ഇനി അടുത്തത് എടുക്കാൻ പോകുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നുള്ളത്. ഓക്കെ, ഇത് എഫ് ടെസ്റ്റിൻ്റെ ഒരു യൂസിങ് ഉള്ളത് ഒരു ചാപ്റ്ററാണ്. അതായത് നമ്മൾ പഠിച്ച ഹൈപ്പോത്തസിസ് ടെസ്റ്റിൽ പാരാമെട്രിക്കും അതേപോലെ നോൺ പാരാമെട്രിക് ടെസ്റ്റും പഠിച്ചു. അതിൽ സെഡ് ടെസ്റ്റ് ഡിസ്കസ് ചെയ്തു, അതേപോലെ ടി ടെസ്റ്റ് ഡിസ്കസ് ചെയ്തു. നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ കൈ സ്ക്വയർ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സെഡ് ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്തിരുന്നത് പറഞ്ഞു. മോർ ദാൻ 30 സാമ്പിൾസ്, ഒരു പോപ്പുലേഷനിൽ നമ്മളെടുത്ത സാമ്പിൾ മോർ ദാൻ 30 ആണെന്നുണ്ടെങ്കിൽ, 30 or അതിനും കൂടുതലാണെങ്കിൽ, ഓക്കെ, മോർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യും. ടി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 താഴെ സാമ്പിളാണ് നമ്മൾ എടുത്തത്, പോപ്പുലേഷനിൽ നിന്ന് എടുത്തത് എന്നുണ്ടെങ്കിൽ, ഒരു പോപ്പുലേഷന് മൊത്തം പോപ്പുലേഷന് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുമ്പോൾ അത് 30 കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡ് ടെസ്റ്റ് യൂസ് ചെയ്തു. അതേപോലെ നമ്മൾ ആ എടുക്കുന്ന സാമ്പിൾ 30 കുറവാണെന്നുണ്ടെങ്കിൽ ടി ടെസ്റ്റ് യൂസ് ചെയ്യും. ഇനി അപ്പോൾ അതിൻ്റെ ആ സാമ്പിളിൻ്റെ വാരിയൻസ്, അതേപോലെ നമ്മൾ വാരിയൻസ് സിഗ്മയും മ്യൂവും ഒക്കെ കണ്ടിരുന്നു. ഓക്കെ, മ്യൂ എക്സ്പാറൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, 2 പോപ്പുലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ 2 പോപ്പുലേഷൻ തന്നിട്ട് ആ രണ്ടിൻ്റെയും വാരിയൻസ് നമുക്ക് എടുക്കും. ഓക്കെ, അതിൻ്റെ SD² എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഈ വാരിയൻസ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 പോപ്പുലേഷൻ എടുത്തിട്ട് ആ വാരിയൻസ്, അവ തമ്മിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ അറിയും, ആ വാരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അതായത് അത് അനാലിസിസ് ചെയ്യണം. അപ്പോൾ റേഷ്യോ അനാലിസിസ് ആണ് ഈ എഫ് ടെസ്റ്റ് പറഞ്ഞാൽ. ഓക്കെ, അതിൽ നമ്മൾ ആ ടെസ്റ്റിൽ പറയേണ്ട ആ തിയറി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ടെസ്റ്റ് പറയുന്നുണ്ട്, ടേം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? R.A. ഫിഷറാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ എഫ് ടെസ്റ്റ് എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ എഫ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ദ 2 ഇൻഡിപെൻഡൻറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. ഓക്കെ, അപ്പോൾ 2 പോപ്പുലേഷനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ഒരു പോപ്പുലേഷൻ നിന്നുള്ള സാമ്പിളിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ 2 പോപ്പുലേഷൻ തമ്മിലുള്ള വേരിയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻ്റ്ലി ഡിഫർ ബിറ്റ്വീൻ ദംസെൽസ് ഓർ എസ്റ്റാബ്ലിഷ് വെദർ ബോത്ത് വേരിയബിൾസ് ആർ കം ഫ്രം ദ സെയിം യൂണിവേഴ്സ്. അല്ലെങ്കിൽ അവർ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടത്, അല്ലെങ്കിൽ അവർ സെയിം ആണ്, അതായത് ഒരേ ഒരു യൂണിവേഴ്സിൽ നിന്ന് വന്നതാണ്, മൊത്തം ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്നതാണെന്നുള്ള, യൂണിവേഴ്സിൽ നിന്ന് വരുന്നതാണെന്നുള്ള, മൊത്തം ഒരു നേച്ചർ ഉള്ളതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. അത് ഡിഫറൻ്റ് അല്ലേ, അവരെ തമ്മിൽ 2 പോപ്പുലേഷൻ തമ്മിൽ ഡിഫറൻ്റ് ആണോ ഇല്ലെങ്കിൽ നമ്മൾ അനാലിസിസ് ചെയ്യലാണ് ഈ എഫ് ടെസ്റ്റ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ എഫ് ടെസ്റ്റ്, പിന്നെ ഈ എഫ് ടെസ്റ്റ് നമ്മൾ 2 പോപ്പുലേഷനെ ടെസ്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാനാണ്. 2 പോപ്പുലേഷനിലും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ, അനാലിസിസ് അതിൽ കൂടുതലോ നമ്മളെ പോപ്പുലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ അനോവ ടേബിൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അനോവ ടേബിൾ പറഞ്ഞിട്ടുള്ളൊരു ടേബിളുണ്ട്. അതിലായിരിക്കാം അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിലാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അതിൽ കൂടുതൽ സാമ്പിൾസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഈ ക്രൈറ്റീരിയ, അപ്പോൾ ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫ് ടെസ്റ്റ് യൂസ് ചെയ്യണത്. ഈ എഫ് ടെസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. എഫ് ടെസ്റ്റ് ഇക്വേഷൻ വരുന്നത് F=S1² ഡിവൈഡഡ് ബൈ S2². ഈ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പോപ്പുലേഷൻ, ഏതാണോ ഫസ്റ്റ് പോപ്പുലേഷൻ എടുക്കുന്ന അതിൻ്റെ വേരിയൻസും, അതേപോലെ സെക്കൻഡ് പോപ്പുലേഷൻ എടുക്കുന്ന വേരിയൻസും. ഞാൻ S1² എങ്ങനെ കാണുന്നുള്ളത് നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യനിൽ എക്സ് തരും. അതേപോലെ നമുക്ക് എന്ത് തരും, ഒരു X1 ഉണ്ടാവും, X2 ഉണ്ടാവും, 2 വേരിയബിളായിട്ട് തരും. ഞാൻ കാണിച്ചു തരാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ 1, അതായത് ഇത് X1 ആയിട്ടും ഇത് X2 ആയിട്ടും വരും. ഓക്കെ, അങ്ങനെ 2 സെപ്പറേറ്റ് X1ഉം X2ഉം നമുക്ക് തരും. അപ്പോൾ നമുക്ക് സിമ്പിളാണ് ഇത് കണ്ടാൽ. ഇതുവരെയുള്ള എല്ലാ ഇക്വേഷനും നമ്മൾ ചെയ്തതാണ്. ഈ വാരിയൻസ് കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും, അതായത് ആ X1, ഫസ്റ്റത്തെ X1 മൈനസ് X1 ബാർ, അതിൻ്റെ X ബാർ എടുക്കുക. ഈ സാമ്പിളിൻ്റെ X ബാർ എടുത്തിട്ട് അപ്പോൾ ആ ഫുൾ Xന്ന് അത് കുറക്കുക. അത് കുറച്ചിട്ടുള്ള ടേബിൾ കിട്ടും, അതിൻ്റെ സ്ക്വയർ കാണും. അപ്പോൾ X1
മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടും. അതിൻ്റെ ടോട്ടൽ സിഗ്മ എടുത്താൽ ഈ വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്യും കേട്ടോ, പ്രോബ്ലം ചെയ്യും. പിന്നെ അതേപോലെ അതിനൊരു നമ്പേഴ്സ് ഉണ്ടാവും, എത്ര ഈ എക്സ് എത്ര ഉണ്ട് എന്നുള്ളത്, ആ നമ്പർ ഇവിടെ എഴുതാം. അതേപോലെ രണ്ടാമത്തെ സാമ്പിൾ എടുക്കുക, അതിൽ നിന്ന് അതിൻ്റെ എക്സ് ബാർ കണ്ടിട്ട് അത് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ടോട്ടൽ ചെയ്യുക, അപ്പോൾ ഇതും കിട്ടും. ഓക്കെ, പിന്നെ അതിന് എത്ര എണ്ണം, ആ എക്സ് എത്ര എണ്ണം എന്നുണ്ടാവും അത് എഴുതിയാൽ S1 സ്ക്വയറും കിട്ടും, S2 സ്ക്വയറും കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, S1 സ്ക്വയർ S2 സ്ക്വയറിലും പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ പഴയ കണക്ക് പോലെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് എക്സ് ബാർ കണ്ടിട്ട് ഈ എക്സിന്ന് എക്സ് ബാർ കുറച്ചിട്ടുള്ള കോളം എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഡി കണ്ടിട്ട് കോമൺ ഡിഫറൻസ് കണ്ടിട്ട്, അതായത് നമ്മൾ എക്സാളൊക്കെ എഴുതിയിട്ട് അതിനൊരു മിഡിൽ വാല്യൂ വരുന്ന രീതിയിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് അതെല്ലാത്തിൽ നിന്നും കുറക്കാം. ആ ഒരു മിഡിൽ വാല്യൂ സെലക്ട് ചെയ്യുന്നതാണ് ഡി, എക്സ് മൈനസ് ഡി. അപ്പോൾ ആ ഒരു ഡി അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, എക്സ് ബാർ കുറക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു മിഡിൽ വാല്യൂ കുറച്ചിട്ടും അങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ആ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ S1 സ്ക്വയർ കാണാം. S1 സ്ക്വയറും S2 സ്ക്വയറും കിട്ടിയാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നോക്കേണ്ടത് നമ്മൾ സാധാ ഒരു സിംബോളിക്കലി എഴുതിയെന്നുള്ളൂ. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് S1 സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതാണോ ഗ്രേറ്റർ, അതായത് ഇതിൽ രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണതിൽ ഏതാണോ കൂടുതൽ നല്ല ഗ്രേറ്റർ വാല്യൂ അതിനെ നോമിനേറ്ററിലിടും. പിന്നെ ഏതാണോ ചെറുത്, ഇപ്പോൾ S1 ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ S1 മുകളിലിടും, S2 ആണ് കുറവെന്നുണ്ടെങ്കിൽ ഇവിടെ സ്മോളർ വേരിയൻസ് ആയിട്ട് അടിയിലിടും. ഓക്കെ, ഡിനോമിനേറ്ററിലിടും. അതല്ല S2 സ്ക്വയർ ആണ് ഗ്രേറ്റർ വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനെ നോമിനേറ്ററിലിടും. S1 സ്ക്വയർ ആണ് ചെറുത് എന്നുണ്ടെങ്കിൽ അതിനെ ഡിനോമിനേറ്ററിലിടും. ഏതാണ് വലുത് അതിനെ മുകളിലിടുക, അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതിൽ അതേപോലെ നമ്മൾ ടേബിൾ വാല്യൂ കാണണമെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടെത്തണം. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത സ്മോളർ വാല്യൂവിന്, അതായത് നമുക്ക് കിട്ടണിയിൽ ഇതിൽ രണ്ടിലും ഏതാണോ ചെറുത് അതിനെ V2 എന്നും, അതേപോലെ ഇതിൽ കിട്ടണിയിൽ ഏതാണോ വലുത് അതിനെ V1 എടുക്കും. V1 എന്ന് പറഞ്ഞാൽ V1 എപ്പോഴാണ് നോക്കുക, നമ്മൾ ഇത് രണ്ടും കണ്ടിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാ, ഏറ്റവും വലിയത്, അതായത് ഗ്രേറ്റർ വാരിയൻസ് അതിനാണോ അതിൻ്റെ എൻ എടുക്കുക, അതിൻ്റെ നമ്പേഴ്സ്, അതിൻ്റെ എണ്ണം എത്രയാണ്, അതിൻ്റെ എക്സ് എത്ര ഉണ്ട്, അപ്പോൾ ആ എന്നാണ് ഇത് കുറക്കുക. ഓക്കെ, പിന്നെ അതേപോലെ V2 പറഞ്ഞാൽ ഈ രണ്ടും ചെയ്തതിൽ ഏറ്റവും ചെറുത് ഏതാണ്, ആ ചെറുതിൻ്റെ എന്തെടുക്കുക, നമ്പേഴ്സ് എടുക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എടുക്കുക, അതിന് ഈ 1 കുറക്കുക. ഓക്കെ, അപ്പോഴാണ് ഈ രണ്ടും കിട്ടും, V1 V2 കിട്ടും. പിന്നെ നമ്മൾ ടേബിൾ ചെയ്യൽ നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യനിൽ തരും. ടേബിൾ നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷന് ഇനി 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ഉണ്ട്, അതേപോലെ വേറെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് വ്യത്യാസമുണ്ട്, അത് സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് 5 ലെവൽ ഓഫ് കോമൺ ആയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നമ്മൾ V1 കൺസിഡർ ചെയ്യാനുള്ള ഒരു വാല്യൂ ഉണ്ടാവും, അതേപോലെ അടിക്ക് V2 കൺസിഡർ ചെയ്യാനുള്ള വാല്യൂസ് ഉണ്ടാവും, അടിക്ക് കൊടുത്തിട്ടുണ്ടാവും. V1 1 2 അങ്ങനെ ആ റേഞ്ചിലുണ്ടാവും, 10 8 10 അങ്ങനെ ആ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ട്, അതിൽ നമ്മൾ V1 V2 കോമൺ ആയിട്ട് വരുന്നത് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ ഉദാഹരണത്തിന് 3.09 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും ടേബിൾ വാല്യൂ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഈ രണ്ട് വാല്യൂ കിട്ടിയിട്ട് ഈ രണ്ട് വാല്യൂയിൽ ഏതാണോ വലുത് അതിന് നമ്മൾ മുകളിലിടും, ഇതിൽ ഏതാണോ ചെറുത് അതിന് നമ്മൾ താഴെ ഇടും. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ. ഓക്കെ, ആ കാൽക്കുലേറ്റഡ് വാല്യൂ പിന്നെ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമുക്ക് ടേബിൾ വാല്യൂ കിട്ടും. പഴയ കണക്ക് പോലെ തന്നെ ഈ കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ H0നെ അക്സെപ്റ്റ് ചെയ്യും. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ H0നെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. പഴയ കണക്കിൻ്റെ ആ സ്റ്റെപ്പ് തന്നെയാണ്. ഇങ്ങനെ ഇക്വേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുന്നതിലും ഒരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ പറഞ്ഞ എങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയത് എഫ് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എഫ് ടെസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു റേഷ്യോ അനാലിസിസ് ടെസ്റ്റാണ്, അതല്ലെങ്കിൽ വേരിയൻസ് അനാലിസിസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു വേരിയൻസ് ഡിനോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, വേരിയൻസ് ഓഫ് 2 പോപ്പുലേഷൻ. അതായത് ഒന്നാമത്തെ റീസൺ എന്താണ്,
ഒബ്സർവേഷൻ ഓഫ് 2 പോപ്പുലേഷൻ ആർ ഗിവൻ. അതായത് രണ്ട് പോപ്പുലേഷൻ വാല്യൂസ് നമുക്ക് എന്തായിരുന്നു ഒരു പോപ്പുലേഷനിൽ നിന്നുള്ള മീൻ, അതേപോലെ ആ പോപ്പുലേഷൻ്റെ സാമ്പിൾ മീൻ, ആ പോപ്പുലേഷൻ്റെ അങ്ങനെ ആയിരുന്നു. ആ പോപ്പുലേഷനുമായി റിലേറ്റഡ് ആയിരുന്നു, ഒരൊറ്റ പോപ്പുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോപ്പുലേഷൻ്റെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും 2 പോപ്പുലേഷൻസ്. അപ്പോൾ 2 പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എഫ് ടെസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ അതേപോലെ അതില്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മേ ബി ഡിഫറെൻറ്റ്. ഓക്കെ. നമുക്ക് തരുന്ന എക്സ് ആളെന്തായിരിക്കും, എക്സ് ചിലപ്പം ചിലത് 8 ഉണ്ടാവുള്ളൂ, അടുത്ത x2 10 ഉണ്ടാവും. അങ്ങനെ നമ്പറിൽ ചിലപ്പം ഡിഫറെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒന്നും തന്നില്ലെങ്കിൽ ചിലപ്പം യൂസ് എഫ് ടെസ്റ്റ് എന്ന് നേരിട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടെത്താം. ഓക്കെ. ഏതാണ് ഈ ടെസ്റ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. സിമ്പിളായിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ്. രണ്ട് പോപ്പുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് എഫ് ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ. അതേപോലെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ വാരിയൻസ് 2 പോപ്പുലേഷൻ വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ ആ V1 V2 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ. ആ ക്വസ്റ്റ്യൻ അപ്പോഴൊക്കെ മനസ്സിലാക്കാം. ക്ലിയർ? ഇനി നമുക്ക് പ്രോബ്ലം സൈഡിലേക്ക് പോവാം. ഓക്കെ. ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ വേറെ ഒന്നും കൂടി ചെയ്യേണ്ടത്, ഫുൾ വേരിയൻസ് ഉള്ളത് തന്നെ ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞാൽ ഇൻ എ സാമ്പിൾ ഓഫ് 8 ഒബ്സർവേഷൻ ദ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഓഫ് ഇറ്റ് ഐറ്റം ഫ്രം ദി മീൻ വാസ് 84.4. അതായത് അവിടെ തന്നിട്ടുള്ളത് ഇതെന്താണ്, സം പറഞ്ഞാൽ സിഗ്മ ഓഫ് the squared deviations of item from the mean, അതായത് x minus x bar whole square. ഓക്കെ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ സം പറഞ്ഞാൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഹോൾ സ്ക്വയറിൻ്റെയാണ് ആ വാല്യൂ, n ഇല്ലാത്ത ആ വാല്യൂ ആണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്. ഇൻ അതർ സാമ്പിൾ ഓഫ് 10. അടുത്തൊരു സാമ്പിൾ പറഞ്ഞാൽ 10 ഒബ്സർവേഷൻസ് ദ വാല്യൂ ഓഫ് was found to be 102.6. അതായത് 102.6 ആണ് അതിൻ്റെ സിഗ്മ x2 മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ 102 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ടെസ്റ്റ് വെദർ ദ ഡിഫറൻസ് ഈസ് സിഗ്നിഫിക്കൻ്റ് അറ്റ് 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് പോപ്പുലേഷൻസ് വേരിയൻസ് ആയിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്, എഫിൻ്റെയാണ്. അപ്പോൾ ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് എഫ് ഫോർ അന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നമ്പർ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പറാണ്, 8ഉം ഇതിൽ 10ഉം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഫ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു എഫ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ട് നമ്പർ ഓഫ് ഓപ്ഷനുകൾ മേ ബി ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ആ എഫ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഫ് ടെസ്റ്റിന് സൂചന നൽകുന്ന എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടാവും, ഈ വാല്യൂ അതേപോലെ എഫ് വാല്യൂ ആണ്, ഇതേപോലെ V1 V2 ഒക്കെ തന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അനാലിസിസ് വേരിയൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ എഫ് ടെസ്റ്റിൽ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് V1 എത്രയാണ് 7 ആൻഡ് V2 9 ഡിഗ്രി ഓഫ് ഫ്രീഡം മറ്റ് 5 ലെവൽ ഓഫ് സീനിഫിക്കൻസ് 3.29 ആണ് ടേബിൾ വാല്യൂ. അതല്ല V1 8 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, അതേപോലെ V2 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം മറ്റ് ഇറ്റ്സ് വാല്യൂ പറഞ്ഞാൽ 3.07 ആയിരിക്കും. ഓക്കെ. അപ്പോൾ രണ്ട് ഇത് ടേബിൾ വാല്യൂ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണോ n അതിനനുസരിച്ചിരിക്കും. അതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇത് n1 മൈനസ് 1 ആണ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ വാല്യൂ അതിന് നമുക്ക് കുറച്ചിട്ട് കാണാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നേരെ H0 ഫസ്റ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് ഇത്ര തന്നെയുള്ളൂ. ആദ്യം നമ്മൾ H0 ഫിക്സ് ചെയ്യും. H0 പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു എന്താണോ ഇപ്പോൾ H0 ഇപ്പോൾ ഇതിൽ H0 എങ്ങനെ ആയിരിക്കും വരിക, ദ ഡിഫറൻസ് ഇൻ ദ വേരിയൻസ് ഓഫ് ദി 2 പോപ്പുലേഷൻ അല്ലെങ്കിൽ 2 സാമ്പിൾ ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ 2 പോപ്പുലേഷൻ എന്ന് എടുക്കുന്ന സാമ്പിൾസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ എന്ന് എടുക്കുന്ന സാമ്പിളാണ്. അപ്പോൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ് നമുക്ക് അവിടെ H0 എഴുതുന്നത്. ഞാൻ പറഞ്ഞു എപ്പോഴും H0 എഴുതുമ്പോൾ ഏതാണോ നമ്മുടെ സ്റ്റഡി ആ സ്റ്റഡിയുടെ നെഗറ്റീവ് സൈഡാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല എന്നുള്ള എഴുതുന്നതാണ് H0, അവ തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് എഴുതുന്നതാണ് H1. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് H0 സെറ്റ് ചെയ്യുക.
ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. എച്ച് നോട്ട് ഈക്വൽ ടു ദ ഡിഫറൻസ് ഇൻ ദി വേരിയൻസ് ഓഫ് ടു സാമ്പിൾസ് ഈസ് നോട്ട്. കണ്ടോ, ഇവിടെ നെഗറ്റീവ് ഫിഗർ എപ്പോഴും വരുള്ളൂ. ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ തമ്മിലൊരു സിഗ്നിഫിക്കൻ്റ് ഇല്ല എന്ന് അവിടെ എച്ച് നോട്ട് സെറ്റ് ചെയ്തു. ആസ് പെർ ദ ക്വസ്റ്റ്യൻ N1 ഈസ് ഈക്വൽ ടു 8, അതേപോലെ N2 ഈസ് ഈക്വൽ ടു 10. ഓക്കെ, N1 നമുക്ക് 8 ആണെന്ന് തന്നിട്ടുണ്ട്, N2 ഈസ് ഈക്വൽ ടു 10 ആണെന്ന് സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എഫ് ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. പിന്നെ അവിടെ എങ്ങനെയാണ് S1 എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. S1 സ്ക്വയർ സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് 1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഡിഗ്രി ഓഫ് വാരിയൻസ്, അതായത് സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ് ഓഫ് ഇറ്റ് ഐറ്റം ഫ്രം ദി മീൻ എന്ന് പറഞ്ഞാണ്ട്, അതായത് സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ആ വാല്യൂ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഇക്വേഷൻ ആദ്യം എഴുതിച്ച് S1-ൻ്റെയും S2-ൻ്റെയും ഇക്വേഷൻ എഴുതിച്ച ശേഷം നമുക്ക് ഇത് മാത്രം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, അപ്പോൾ അത് എഴുതാം. അതേപോലെ x2-ൻ്റെതും ഇവിടെ തന്നിട്ടുണ്ട് 102.6, അപ്പോൾ അതും തന്നിട്ടുണ്ട്, അതും എഴുതിയേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ S1 സിമ്പിളാണ്, പിന്നെ ആ N തന്നിട്ടുള്ളതുകൊണ്ട് N ആണ് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ N1 എത്ര 8 മൈനസ് 1, അപ്പോൾ ആൻസർ 12.06 കിട്ടും. S2 സ്ക്വയറിന് അതേപോലെ തന്നെ നമുക്ക് ഈ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ, അത് നേരെ എടുത്തെഴുതി. പിന്നെ N2 എത്രയാണ് 10 ആണ്, അപ്പോൾ 10 മൈനസ് 1 അപ്പോൾ 11. അപ്പോൾ ഇവിടുത്തെ ഗ്രേറ്റർ വാല്യൂ S1 തന്നെയാണ്. അപ്പോൾ 12 ഇതാണ് എന്ത് വരിക, നോമിനേറ്റർ സൈഡിൽ വരിക. ഓക്കെ, ഇവിടുത്തെ ലെസ്സർ വാല്യൂ ചെറിയ വാല്യൂ പറഞ്ഞാൽ 11 ഇതിന് താഴെയാണ്, അപ്പോൾ ഇവിടെ അടിയിൽ വരും. അപ്പോൾ ഇതിലത്തെ N1 ഏതാണ്, V1 ഏതാണ്, V1. അപ്പോൾ N1 മൈനസ് 1, അതായത് V1 എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു ഇക്വേഷനിൽ. V1 എങ്ങനെയാണ് കാണുന്നത്, N1 മൈനസ് 1, അതേപോലെ V2 ആണ് N2 മൈനസ് 1. അപ്പോൾ V1 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. N1 മൈനസ് പറഞ്ഞാൽ N എത്ര ആയിരുന്നു പറഞ്ഞു ക്വസ്റ്റ്യനിൽ, 8 മൈനസ് 1, അതായത് 7. 9 മൈനസ് 1, അതായത് 9, 10 മൈനസ് 1 9. അപ്പോൾ 7ഉം 9ഉം. അപ്പോൾ ക്വസ്റ്റ്യനിൽ V1 7 ആയതും V2 9 ആയതിൻ്റെ ടേബിൾ വാല്യൂ 3 പോയിൻ്റാണ്. V1 8 ആയതും V2 10 ആയത്. നമുക്ക് ഇപ്പോൾ കിട്ടിയത് V1 7ഉം, അതായത് 8 1 കുറച്ചത്, അതേപോലെ V2 10 1 കുറച്ചത് 9. അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ പറഞ്ഞാൽ 3.29 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ടേബിൾ വാല്യൂ കിട്ടി. ഇത് ചെയ്താൽ, അതായത് ഗ്രേറ്റർ വാല്യൂ, ഇതിൽ നമ്മൾ ഗ്രേറ്റർ വാല്യൂ 12 ആണ്, അപ്പോൾ 12 മുകളിലിട്ട് ലെസ്സർ വാല്യൂ താഴെയിട്ട് ഞാൻ പറഞ്ഞു. ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ വാരിയൻസ് മുകളിലിടുക, സ്മോളർ വാരിയൻസ് താഴെയിടുക. അപ്പോൾ ഗ്രേറ്റർ വാല്യൂ ഇവിടെ ഇട്ടു, സ്മോളർ വാല്യൂ ഇവിടെ ഇട്ടു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1.06 കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി, CV കിട്ടി. ഓക്കെ, ഈ CV വെച്ചിട്ട് നമ്മൾ ഈ V1 കണ്ടു, V2 കണ്ടു. അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ ക്വസ്റ്റ്യന് തന്നു 3.29 ആണ്. ഓക്കെ, നമ്മളത് കമ്പ്യൂട്ട് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടഡ് വാല്യൂ, അപ്പോൾ നമുക്ക് കണ്ടു കമ്പ്യൂട്ടഡ് വാല്യൂ. അപ്പോൾ ടേബിൾ വാല്യൂ എത്ര 3.29, അത് കമ്പ്യൂട്ടഡ് വാല്യൂ എത്ര 1.6. അപ്പോൾ ഇത് കുറവാണ് ഇതിനേക്കാൾ. ഓക്കെ, CV ലെസ് ദാൻ TV, അതായത് കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ H0 എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതായത് there is no difference in the variance of the two samples is not different. അതായത് the difference in the variance of the two samples is not significant. അപ്പോൾ തമ്മിലൊരു സിഗ്നിഫിക്കൻസ് ഇല്ലയെന്ന് നമ്മൾ എഴുതും. കാരണം എന്താണ്, നമ്മൾ H0 എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ. അതാണ് ആ പ്രോബ്ലം. ഇനി ഞാൻ ഈ ഒരു മോഡൽ ചെയ്തു തരാം. ഓക്കെ, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇല്ലസ്ട്രേഷൻ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2 റാൻഡം സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം 2 നോർമൽ പോപ്പുലേഷൻ. 2 നോർമൽ പോപ്പുലേഷനിൽ നിന്നും. അപ്പോൾ തന്നെ മനസ്സിലായി 2 പോപ്പുലേഷൻ എന്നാണ് എടുത്ത്, അതുകൊണ്ട് അവിടെ എഫ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോളോവിങ് റിസൾട്ട്സ് ആർ ഒബ്റ്റെയിൻഡ്. ഇതാണ് നമുക്ക് അവിടുത്തെ സാമ്പിളായിട്ട് കിട്ടിയിട്ടുള്ളത്. സാമ്പിൾ 1ഉം സാമ്പിൾ 2ഉം, X1ഉം X2ഉം. ഓക്കെ, ഒബ്റ്റെയിൻ ദ എസ്റ്റിമേറ്റ്സ് ഓഫ് ദ വേരിയൻസ് ഓഫ് പോപ്പുലേഷൻസ് and test whether the populations have the same variance. Okay,
അപ്പോൾ ടെസ്റ്റ് ചെയ്യണം സെയിം വാരിയൻസ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എച്ച് നോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, എച്ച് നോട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതായത് ദ ഡിഫറൻസ് ഇൻ ദി വാരിയൻസ് ഓഫ് ദി ടു സാമ്പിൾസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്. അത് സിഗ്നിഫിക്കൻ്റ് അല്ല, അല്ലെങ്കിൽ റിലേഷൻ ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതാണ് എച്ച് നോട്ട്. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യണതാണ് എന്ത്, എച്ച് നോട്ട് വരാം, നെഗറ്റീവ് സൈഡ് സെറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പോപ്പുലേഷൻ എക്സ് ആളെ നോട്ട് ചെയ്യാം. അതൊക്കെ എച്ച് നോട്ട് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ് എടുത്ത് എഴുതാം. ആദ്യമൊക്കെ ആ ടേബിളിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യാം. ആദ്യമൊക്കെ ഇതിൽ എത്ര സാമ്പിൾ തന്നിരിക്കണമെന്ന് ആദ്യം നോക്കാം. 10 എണ്ണം. ഓക്കെ, അപ്പോൾ അത് 10, പിന്നെ ഇതിൽ 12. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതി വെക്കാം. n1 = 10, n2 = 12. നമുക്ക് എന്ത് ചെയ്യണം, ആ എക്സ് ബാർ കാണണം. ഓക്കെ, അപ്പോൾ x1 ബാർ = എക്സ് ബാർ കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്, സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n, x1 / n. അപ്പോൾ സിഗ്മ എക്സ് കാണാണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാണ്ട് ടേബിളായിട്ട് ചെയ്യേണ്ടതില്ല. പിന്നെ അതേപോലെ x2 ബാർ കാണണം, സിഗ്മ x2 ഡിവൈഡഡ് ബൈ n2. ഓക്കെ, ഇത് കാണാണ്ട് അതേപോലെ നമുക്ക് ആ ടേബിളിൽ നിന്ന് അതിക്ക് വരയ്ക്കാം. എക്സിൻ്റെ വരയ്ക്കാം, പിന്നെ x2ൻ്റെതും. ഓക്കെ, എക്സിൻ്റെത് ആദ്യം വരയ്ക്കുക. ആ എക്സിൻ്റെ ഏതുണ്ടാവും, x1 - x1 ബാർ. ഓക്കെ, ആ ടേബിൾ ഉണ്ടാവും. അതേപോലെ x1 - x1 ബാർ ഹോൾ സ്ക്വയർ. ക്ലിയർ? പിന്നെ ഇവിടെ x2ൻ്റെത്, x2ൻ്റെ വാല്യൂസ് x2 - x2 ബാർ, x2 - x2 ബാർ ഹോൾ സ്ക്വയർ. ക്ലിയർ? ആ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടേബിൾ ആളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ? ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാം ആ എക്സിനൊരു ടേബിൾ ഉണ്ടാവും, എക്സ് മൈനസ് എക്സ് ബാറിനൊരു ടേബിൾ ഉണ്ടാവും, എക്സ് മൈനസ് എക്സ് ബാർ കിട്ടണതിനെ സ്ക്വയർ ചെയ്താൽ ഒരു ടേബിൾ ഉണ്ടാവും, അതിൻ്റെ ടോട്ടൽ എടുത്താൽ അതിൻ്റെ സിഗ്മ കിട്ടും. അപ്പോൾ അത്രയും ഒരു വാല്യൂവിന് 3 ടേബിൾ, 3 ഇത്, അതേപോലെ x2ൻ്റെ 3. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യാം. ഓരോന്നും x1 ഏതൊക്കെ എഴുതിയെടുക്കുക, അതേപോലെ x2 എഴുതിയെടുക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, x1 ക്വസ്റ്റ്യനിൽ തന്നത് നേരിട്ട് എഴുതി, അതേപോലെ x2 എഴുതി. നമുക്ക് ചെയ്യാനുള്ളത് എന്താ, എക്സ് ബാർ കാണണം. അതിന് x1 - x ബാറാണ്, അപ്പോൾ x1 ബാർ കാണണം. ഇതിൻ്റെ ടോട്ടൽ എടുത്താൽ സിഗ്മ എക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ സിഗ്മ എക്സ് കാണാൻ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. എക്സിൻ്റെ ടോട്ടൽ വരാം 210 വരും. ഓക്കെ, അപ്പോൾ 210 ഡിവൈഡഡ് ബൈ n1, n എത്രയാണ് 10, 10, അപ്പോൾ 20 പോയിൻ്റ് ഇട്ടാൽ ഓക്കെ 21 കിട്ടും. ഓക്കെ, അതേപോലെ x2 ബാർ കാണാം. അതിന് x2ൻ്റെ ടോട്ടൽ സിഗ്മ x2 എടുക്കണം, 336 വരും. ഓക്കെ, അപ്പോൾ സിഗ്മ x2 കിട്ടി 336 ഡിവൈഡഡ് ബൈ n2 എത്രയാണ് 12 ഇവിടെ എഴുതാം. 336 ഡിവൈഡഡ് ബൈ 12 28 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x1 ബാറും കിട്ടി, x2 ബാറും കിട്ടി. അപ്പോൾ x1 - x1 ബാർ, അപ്പോൾ 16 21 കുറക്കുക. 16 21 കുറച്ചാൽ -5. അതേപോലെ 17 21 കുറച്ചാൽ -4, 18 -3, 19 -2, 20 -1, 21 0, 22 1, 3 5, 27 21 6. ക്ലിയർ? അതേപോലെ x2ൻ്റെതും കാണും. ക്ലിയർ? 19 28 കുറച്ചാൽ 9 -9, 22 28 -6 -5. അപ്പോൾ എന്തായത് അതിൻ്റെ കുറച്ച് 28 കുറച്ചിട്ടുള്ള
ആ വാല്യൂ മൊത്തം എഴുതി. ഇനി എന്താ കാണണ്ടേ? ഇനി x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, അതായത് ഇതിൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25, 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ 1 0, 1 9 25 36. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുത്താൽ എന്തായി? ഇതിൻ്റെ ടോട്ടലാണ് എന്ത്? സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷനിൽ ഉള്ളതുപോലെ ഇക്വേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുത്താൽ നമുക്ക് അത് കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ അത് വരുന്നത് 25 126. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അതേപോലെ ഇതിൻ്റെ സ്ക്വയർ കാണാം. 9ൻ്റെ സ്ക്വയർ 81, 6ൻ്റെ സ്ക്വയർ 36, 25, 3 സ്ക്വയർ 9, 4 0 1, 2ൻ്റെ സ്ക്വയർ 4, 9, 4ൻ്റെ സ്ക്വയർ 16, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? സിഗ്മ ടോട്ടൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഇക്വേഷനിൽ ശ്രദ്ധിക്കുക. സിഗ്മ x2 മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, അത് ടോട്ടൽ എടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ വരുന്നത് 298. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ രണ്ടും കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ഇക്വേഷനിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇക്വേഷൻ എഴുതാം. f = s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ s2 സ്ക്വയർ. ഓക്കെ, ഇവിടെ s1 സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത്? x1 സ്ക്വയർ = സിഗ്മ x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 മൈനസ് 1. s2 സ്ക്വയർ = സിഗ്മ x2 മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 മൈനസ് 1. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ എത്രയാണ് കിട്ടി? 126 ഡിവൈഡഡ് ബൈ n എത്രയായിരുന്നു? 10 മൈനസ് 1. ഓക്കെ, ഇവിടെ എത്രയാണ്? സിഗ്മ x2 മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 298 ഡിവൈഡഡ് ബൈ അതിൻ്റെ n2 എത്രയാണ്? 12 മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? 126 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ എത്ര വരിക? 14 വരും. ഓക്കെ, 298 ഡിവൈഡഡ് ബൈ 11 27.9 വരും. ക്ലിയർ? നമുക്ക് എന്ത് കിട്ടി? s1 കിട്ടി, s2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതാണോ ഗ്രേറ്റർ, ഇക്വേഷനിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് ഏതാണോ ഗ്രേറ്റർ വേരിയൻസ് അത് നോമിനേറ്റർ മുകളിലിടുക. ഏതാണോ സ്മോളർ വേരിയൻസ് ഇത് രണ്ട് വേരിയൻസുകളാണ്. ഓക്കെ, അതിൽ ഏതാണ് ഗ്രേറ്റർ ഏതാണോ, വലുത് ഏതാണോ അതിനെ മുകളിലിടുക, നോമിനേറ്ററിലിടുക. ചെറുത് ഏതാണോ അതിനെ ഡിനോമിനേറ്ററിലിടുക, സ്മോളിൽ അടിയിലിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതേപോലെ എഴുതുകയാണ്. f = ഇവിടെ s2 ആണ് വലിയ വാല്യൂ, അതുകൊണ്ട് നമ്മൾ അതേപോലെ റിയലോക്കേറ്റ് ചെയ്ത് എഴുതുക. s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ s1 സ്ക്വയർ = എത്ര വരുന്നത്? 27.09 ഡിവൈഡഡ് ബൈ 14. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്താൽ കിട്ടുക 1.935. ഓക്കെ, അപ്പോൾ നോക്കുക, ഏത് ടൈമിലും എപ്പോഴും ഈ വാരിയൻസ് നമുക്ക് കിട്ടുന്ന എഫ് വാരിയൻസ് പോസിറ്റീവ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? എപ്പോഴും നമ്മളെന്താണ്, വലിയ സംഖ്യയാണ് മുകളിലിട്ടിട്ട് ചെറിയ സംഖ്യ അടിയിലിടുക. അതുകൊണ്ട് എനി ടൈം എന്തായിരിക്കും?
പോസിറ്റീവേ കിട്ടുള്ളൂ. അതായത് അത് റേഷ്യോ ആയതുകൊണ്ടാണ് അത് പോസിറ്റീവിലേക്ക് നമ്മൾ മുകളിലേക്ക് ഗ്രേറ്റർ വാരിയൻസ് ഇടുന്നത്. അതാണ് റീസൺ. റേഷ്യോ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവിലേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പോസിറ്റീവ് വലിയ സംഖ്യനെ മുകളിലിടുന്നത്. ഓക്കെ, അത് ചെറുതിനെ താഴെ ഇടണം. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇത് ആൻസർ കിട്ടി. നമുക്ക് എന്ത് ചെയ്താൽ മതി, ടേബിൾ വാല്യൂ എത്രയെന്ന് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യന് തന്ന എടുത്ത് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യുക, ദി ടേബിൾ വാല്യൂ ഓഫ് എഫ് ഫോർ V1. അതായത് ഏതാണ് V1 എടുക്കേണ്ടത്, ഏതാണ് V2 എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. V1 എടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ വാരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ വാരിയൻസ് ഏതാ നമുക്ക് കിട്ടിയത്, ഈ S2 ആണ്. അപ്പോൾ S2ൻ്റെ n എത്രയെന്ന് നോക്കുക. അപ്പോൾ S2ൻ്റെ n എത്ര ആയിരുന്നു, 12 ആയിരുന്നു. ഓക്കെ, ആ 12 മൈനസ് V1 ആണ് നമുക്ക് 12 മൈനസ് 1 11. ഓക്കെ, V2 ആയിട്ട് എടുക്കേണ്ടത് ഞാൻ എന്താ പറഞ്ഞു, V2 ആയിട്ട് എടുക്കേണ്ടത് എപ്പോഴും സ്മോളർ വാരിയൻസ് ഏതാണോ നമുക്ക് സ്മോളർ വാരിയൻസ് കിട്ടിയത്, S1² ആണ് നമുക്ക് സ്മോളർ വാരിയൻസ് കിട്ടിയത്. അപ്പോൾ ആ S1ൻ്റെ n എത്രയാണ്, അത് 10 ആയിരുന്നു. അപ്പോൾ ആ 10 മൈനസ് 1 അത് 9. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓൾവേസ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ എടുക്കാം. അപ്പോൾ ഒരു ടേബിളിൽ നമ്മൾ കണ്ടെത്താണ്ട് 3.10 വരിക. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ടേബിളിൽ കണ്ടെത്തുമ്പോൾ 5 എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ടേബിൾ ഉണ്ട്. എഫ് ടെസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരും. ആ ടേബിൾ ഉണ്ടാവും. മറ്റ് 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ V1 സൈഡ് 2 ടേബിളായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, കാണിക്കുന്നുണ്ട്. V1-നുള്ള വാല്യൂസ് ഇവിടെ ഉണ്ടാവും. X1 എന്ന് കൊടുത്തിട്ട് ഒരു V1-നുള്ള വാല്യൂ ഉണ്ടാവും. അതേപോലെ അടിയിക്കുള്ളത് V2-ൻ്റെ വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ V1 എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, V1 11 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊരു മിനിമം ഒരു ആവറേജ് ചിലപ്പോൾ ഇപ്പോൾ 11 ഉണ്ടാവണമെന്നില്ല, ചിലപ്പം 10 12 ആ റേഞ്ചിലേ പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ 10ൻ്റെയും 12ൻ്റെയും പിന്നെ ഇങ്ങോട്ട് നോക്കാം, ഇതിലുള്ള ഫുൾ വാരിയൻസ് ഉണ്ടാവും. V2 എത്രയാണ്, 9. അപ്പോൾ ഇവിടെ 1 2 3 4 9 വരുന്നത് ഈ റേഞ്ചിൽ നോക്കുന്നത് ഇതിൻ്റെ 10ഉം ഇതിൻ്റെ 12ഉം ഉണ്ടാവും. അതായത് ഈ 11ൻ്റെ ആ 2 വാരിയൻസും കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ 3.06 അതേപോലെ പ്ലസ് 3 സംതിങ് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 10ഉം 12ആണ് പക്ഷേ 11ന് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ 2 വാല്യൂ കൂട്ടി ചെയ്തിട്ട് ആവറേജ് കണ്ട ഒരു വാല്യൂ കിട്ടും. അതും പ്ലസ് ഈ 9ൻ്റെ നേരെയുള്ള കൂടി നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഒരു വാല്യൂവിൽ എത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ സാധാരണ നിങ്ങൾക്ക് എക്സാമിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഗ്രേറ്റർ വാല്യൂസ് അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂ 3.10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ടേബിൾ വാല്യൂ കിട്ടി 3.10. നമ്മൾ കമ്പ്യൂട്ടറുടെ വാല്യൂ 1.935. അപ്പോൾ ഏതാണ് വലുത്, ടേബിൾ വാല്യൂ ആണ് വലുത്, കമ്പ്യൂട്ടറുടെ വാല്യൂ ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവസാനത്തെ മെൻഷൻ എന്തായിരുന്നു, അപ്പോൾ നമുക്ക് therefore here the table value greater than computed value. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഓർ ഞാൻ നേരെ തിരിച്ച് ചെയ്താൽ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ. therefore we accept H0. ക്ലിയർ? H0 എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി എഴുതണം. ഫൈനൽ റിസൾട്ട് എന്താ വരിക, അപ്പോൾ ഇത് സോ ദ ഡിഫറൻസ് ഇൻ ദി വാരിയൻസ് ഓഫ് ട്യൂബ് സാമ്പിൾസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നും കൂടി എഴുതിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആദ്യക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക നോക്കുക, 2 പോപ്പുലേഷൻ മെൻഷൻ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഡിഫറെൻറ്റ് സാമ്പിളാണ്, ഡിഫറെൻറ്റ് സാമ്പിളിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, എഫ് ടെസ്റ്റ് എന്നാന്ന് മനസ്സിലാക്കാം. അപ്പോൾ എക്സ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക എഴുതിയെടുക്കുക, എക്സ് എഴുതിയെടുക്കുക, അതേപോലെ X2 ടേബിളാക്കി വെക്കുക. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള എത്ര എണ്ണം ഇതിൽ നിന്ന് കിട്ടും, എക്സ് എണ്ണിയൊക്കെ 10 കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ ശ്രദ്ധിക്കണം. അതായത് S1² / S2².
അപ്പോൾ S1 സ്ക്വയറിൻ്റെ x1 മൈനസ് സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 മൈനസ് 1. അതേപോലെ S2 സ്ക്വയറിൻ്റെത് സിഗ്മ x2 മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 മൈനസ് 1. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ രണ്ട് വാല്യൂബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആ രണ്ട് വാരിയൻസ് കിട്ടും. ആ വാരിയൻസ് എന്നിനായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് രണ്ട് വാല്യൂസ് കിട്ടും. അതിൽ ഏതാണോ S1 സ്ക്വയറും കിട്ടും S2 സ്ക്വയറും കിട്ടും. അതിൽ ഏതാണോ വലുത് അതിനെ നമ്മൾ നോമിനേറ്റർക്ക് ഇടാം, മുകളിലിടാം. അതിൽ ഏതാണോ ചെറുത്, രണ്ടിൽ ഏതാണ് ചെറുത് ആ ചെറുതിനെ നമ്മൾ താഴെ ഇടാം. ഓക്കെ, അപ്പോൾ മുകളിലിട്ട് താഴെ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടഡ് വാല്യൂ കിട്ടും. കമ്പ്യൂട്ടഡ് വാല്യൂ കിട്ടിയാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് രണ്ടിനും V1 ഏതാണോ ഗ്രേറ്റർ വാരിയൻസ് അതിൻ്റെ n എടുക്കുക, ആ n നിന്ന് 1 കുറക്കുക. അതേപോലെ അതാണ് V1, ഏതാണ് സ്മോളർ വാരിയൻസ് അതിൻ്റെ n എടുക്കുക, അതിൽ നിന്ന് 1 കുറക്കുക, അതാണ് V2. അപ്പോൾ അത് രണ്ടും കിട്ടിയാൽ നമുക്ക് അത് വെച്ചിട്ട് ടേബിൾ വാല്യൂ കാണാം. ആ ടേബിൾ വാല്യൂ കിട്ടിയാൽ കമ്പ്യൂട്ടഡ് വാല്യൂവും ടേബിൾ വാല്യൂവും കമ്പയർ ചെയ്യുക. കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂവിനെക്കാട്ടിലും ഈ കമ്പ്യൂട്ടഡ് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ H0 നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുള്ള H0 അക്സെപ്റ്റ് ചെയ്യും. അതായത് H1 റിജക്റ്റ് ചെയ്തു എന്ന്. ഓക്കെ, ഒന്നിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റിനെ റിജക്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ ദി വാരിയൻസ്, അവ തമ്മിലുള്ള വാരിയൻസ് ഓഫ് ദി ടു സാമ്പിൾസ്, ആ രണ്ട് സാമ്പിൾസും തമ്മിലുള്ള ഡിഫറൻസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്, ആ ഒരു റിലേഷനും ഇല്ലാന്ന്, സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ എഴുതും. ക്ലിയർ? അത്രേ ഉള്ളൂ. എഫ് ടെസ്റ്റിലെ പ്രോബ്ലം സൈഡിൽ അത് 2 സാമ്പിൾസ് തന്നാൽ, അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനോവ ടേബിൾ എടുക്കും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.